വീട്ടിൽ തയ്യൽ മെഷീൻ ഉണ്ടെങ്കിൽ മാസ്ക് ഒന്നും പുറത്തുനിന്ന് വാങ്ങാൻ നിൽക്കണ്ട. ഏതായാലും വീട്ടിൽ ഒരുപാട് സമയം ഫ്രീ കിട്ടുകയല്ലേ. ഇപ്പോൾ ക്വാറന്റൈനും അതേപോലെയുള്ള സംഭവങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ മാസ്കുകളൊക്കെ സ്വന്തമായിട്ട് അടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ അടിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു മാസ്ക് അടിച്ച്, അതാണിത്. രണ്ട് സൈഡ് രണ്ട് പീസ് വെച്ചിട്ട്, രണ്ട് കളർ വെച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഷർട്ടിൻ്റെ കളറോ അങ്ങനെയൊക്കെ വെച്ചിട്ട് മാച്ചാക്കിയിട്ട് അടിക്കാം. ഞാൻ കുറ്റിക്കടവിലെ നമ്മളെ തയ്യൽ മെഷീനിൻ്റെ ഷോപ്പിൽ നിന്ന് എടുത്തു കൊണ്ടുവന്ന പീസുകളാണ്, കട്ടിങ് പീസുകളാണിത്. ഇത് വെച്ചിട്ട് നമുക്ക് മാസ്ക് എങ്ങനെ സിമ്പിളായിട്ട് അടിക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. കുറേ പീസ് ഞാൻ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഒന്നുമില്ല, പഴയ ഞാൻ അടിച്ച മാസ്കാണ്. മാസ്ക് അളവ് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് അതിൻ്റെ മുകളിൽ മടക്കി വെച്ചിട്ട് ഈ ഒരു ലെവലിലാണ് അടിക്കാൻ പോകുന്നത്, അല്ല കട്ട് ചെയ്യാൻ പോകുന്നത്. സിമ്പിളാണ്. ഈ ഒരു ലൈനിൽ വരയ്ക്കാം. ഒരു പഴയ നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ളൊരു മാസ്ക് ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അളവ് എടുക്കാം. അളവ് മാർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് പല മെത്തേഡുകൾ ഉണ്ടാവും. നിങ്ങൾ ചോക്ക് ഉപയോഗിക്കാം, അതേപോലെ പേന ഉപയോഗിക്കാം, ഒന്നും കുഴപ്പമില്ല. ഇതാണ് അളവ്. ഇത് നമ്മളിപ്പോൾ വരച്ചത്, കാരണം മാസ്ക് ഈ ഒരളവിൽ നമുക്ക് വേണം. അപ്പോൾ കുറച്ച് അടിക്കാൻ പുറത്തേക്ക് ഇട്ടിട്ട് ഇതുപോലത്തെ 4 പീസ് വേണം നമുക്ക്. ഈ ഒരു സൈസ് മാസ്കിന്, ഈ ഒരു മോഡൽ മാസ്കിന് 4 പീസ് കിട്ടാൽ വേണം. അപ്പോൾ ഒരു ഭാഗത്ത് ഞാനൊരു കളറും മറ്റൊരു ഭാഗത്ത് വേറൊരു കളറും എന്നുള്ളത് ചൂസ് ചെയ്യാണ്. പിന്നെ അതുകൊണ്ട് 2 പീസ് ഇതുപോലത്തെ 2 പീസ് വേറെ കളറുമാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ഞാനത് കട്ട് ചെയ്യാണ്. ഇതിന് കുറച്ച് ഭാഗം അടിക്കാനിട്ടിട്ട് അപ്പോൾ 2 പീസ് ഈ ഒരു കളറും 2 പീസ് ഈ ഒരു കളറും എടുത്തത്. ഇനി ഇത് 2 ഭാഗത്തായിട്ട് വെച്ചിട്ട് നമുക്ക് എങ്ങനെ മാസ്ക് അടിക്കുക എന്നുള്ളത് നോക്കട്ടോ. അപ്പം ഞാൻ ഇന്നലെ കാണിച്ച് തന്നില്ലായിരുന്നോ, കട്ട് ചെയ്തു. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന, അതായത് കുറ്റിക്കടവ് ഹീറോ ഡ്രസ്സസ് സുനിലിൻ്റെ അടുത്ത് നിന്ന് കൊണ്ടുവന്ന കട്ട് പീസുകളാണിത്. ഇന്നലെ ഞാൻ കട്ട് ചെയ്തത് പീസ് ഞാൻ അടിച്ചു. ഇതാണ് സംഭവം. ഒരു സൈഡ് ഈ കളറും മറ്റേ സൈഡ് ഈ കളറുമാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ അടിച്ചു വിട്ടു, കുഴപ്പമില്ല, പാകമാണ്, കറക്റ്റാണ്. അപ്പോൾ ഈ ഒരു അളവിൽ ഞാൻ 2-3 എണ്ണം കൂടി അടിക്കുകയാണ്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ സ്റ്റിച്ച് വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ കയറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകിൽ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും, മീറ്ററിന് 3 രൂപ അങ്ങനത്തെ ഉള്ളൂ. ബ്ലാക്ക് കളറ്, വൈറ്റ് കളർ ഇലാസ്റ്റിക് കിട്ടും. അല്ലെങ്കിൽ പഴയ നമ്മൾ ഒഴിവാക്കിയ മാസ്ക് ഉണ്ടാവും, അതിൻ്റെ ഈ കയറ് കട്ട് ചെയ്താൽ മതി. ഈ സൈഡിലുള്ളത് കട്ട് ചെയ്തിട്ട് അതാണ് ഇപ്പോൾ ഞാൻ ഇതിന് വെച്ചിട്ടുള്ളത്. കുറച്ചുകൂടി സ്മൂത്താണ്. അപ്പോൾ ഇത് നമ്മൾ പുതിയത് ഇനി കട്ട് ചെയ്യണം. ഇന്നലെ കട്ട് ചെയ്തെന്ന് കാണിച്ചു തന്നു, ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. ഒന്നുകിൽ കട്ടിൽ തന്നെയുള്ള 2 എണ്ണം നമുക്ക് ഉണ്ടാക്കാം. കഴിഞ്ഞിട്ട് വേറെ ടൈപ്പ് നമുക്ക് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ ഇതിന് നമ്മൾ ആദ്യം ഒരേ കളറിൽ 2 പീസാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് വെച്ചിട്ട് അളവ് വെച്ചിട്ട് നമ്മളിവിടെ മാർക്ക് ചെയ്യണം. ഇതിൻ്റെ ഇതിലിങ്ങനെ മാർക്ക് ചെയ്തിട്ട് ആണ് കട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇന്നലെ മുറിച്ച് വെച്ച, ഇതിന് കണക്കാക്കി മുറിച്ച് വെച്ച പീസ് ഉണ്ട്. ആ പീസ് ഞാൻ തൽക്കാലം എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇത് ചെയ്യാം കേട്ടോ. ഇതിങ്ങനെ മടക്കി കഴിഞ്ഞാൽ 2 പീസ് നമുക്ക് ഒരുമിച്ച് കട്ട് ചെയ്യാം.
ഇതൊരു നീല കളറിലുള്ള മാസ്കാണ്, വെറൈറ്റി എടുക്കട്ടെ. പഴയ മാസ്ക് അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചപ്പോൾ ആ സമയത്ത് ഒരു പീസ് കൂടി അഡീഷണൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണത്. അതേ അളവിൽ തന്നെ ആയതുകൊണ്ട് അത് വെച്ചിട്ട് കട്ട് ചെയ്യാണ് ഞാൻ. അപ്പോൾ ഒരു സൈഡിലേക്കുള്ള 2 കളർ പീസായി. ഇത് ജോയിൻ ചെയ്യിപ്പിച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. ഇനി വേറെ 2 കളർ നമുക്ക് എടുക്കാം. അപ്പോൾ അത് മറ്റേ ഭാഗത്തേക്കുള്ള പീസാണ് ഇപ്പോൾ ഞാൻ കട്ട് ചെയ്യുന്നത്. നമ്മൾ ആദ്യം കട്ട് ചെയ്ത പീസ് തന്നെ വെച്ചിട്ട് കട്ട് ചെയ്താൽ മതി. അതാണ് എളുപ്പം. നമുക്കൊരു പീസ് ഇനി അളന്ന് ഉണ്ടാക്കണ്ടല്ലോ, കറക്റ്റായിട്ട് ഇത് കിട്ടുന്നുണ്ട്. ഞായറാഴ്ച ഏതായാലും ഒഴിവാണ്, ശനി ഞായറൊക്കെ ഇപ്പോൾ ഒഴിവാക്കി. നോമ്പായതുകൊണ്ട് പുറം പണിയൊന്നും നടക്കില്ല, വെള്ളത്തിന് കഴിക്കുക. അപ്പോൾ ഇതിപ്പോൾ അടിയിൽ 2 ഉണ്ട്, 2 പീസ് ഞാൻ വെച്ചിരുന്നു. ഇനി ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ജോയിൻ്റ് ആക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ മെഷീൻ എടുത്ത് വരാം. ഇതാണ് മെഷീന്, ഉഷ ജനം. നമുക്കവിടെ വയ്ക്കാം. സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. സ്റ്റിച്ച് ചെയ്യാൻ കയറ് ഞാൻ ഈ പഴയ മാസ്കിൻ്റെ കയറാണ് എടുക്കുന്നത്. അവിടെ തലത്തിൽ കട്ട് ചെയ്തിട്ട് എടുക്കാം. അതേപോലെ തന്നെ 2 ഭാഗത്തും ഇത് ഉപയോഗിച്ച് ഈ കയറൊക്കെ ഇതെങ്ങനെ ഫിറ്റ് ചെയ്യല് എന്നുള്ളത് പറഞ്ഞുതരാം. വളരെ സിമ്പിളാണ്. നൂല് ഏതായാലും പ്രശ്നമൊന്നുമില്ല. കളർ ഇപ്പോൾ വൈറ്റ് കളറാണ്. ഒരുവിധമൊക്കെ വൈറ്റ് പോകും, കാരണം അതിൻ്റെ ഓൾമോസ്റ്റ് ഭാഗങ്ങൾ അടി ഉള്ളിലാണ് വരിക, പുറത്തേക്ക് കാണില്ല. അവസാനത്തെ കുറച്ച് ഭാഗം നമുക്ക് എന്ത് ചെയ്യണം, പുറത്ത് സ്റ്റിച്ച് ചെയ്യണം. അവിടെ മാത്രമേ നമുക്ക് കളർ കാണുള്ളൂ. അതാണ് സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കണം. ഭാഗം നമ്മൾ ഒരേ കളറിൻ്റെ ആ ഒരു 2 പീസ് എടുത്തിട്ട് ഇതേപോലെ വെച്ചിട്ട് ഇവിടെ നമുക്ക് അടിക്കാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കണക്കാക്കിയിട്ട് നമ്മൾ എത്രയാണോ പുറത്താക്കിയിട്ടത് അതിന് കണക്കാക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. ജോയിൻ്റ് ആക്കുക. ഇത് ജോയിൻ്റായി. എടുത്തു കഴിഞ്ഞാൽ ഇത് അങ്ങനെ വരും. ഇതിലെ ഇതിപ്പോൾ മാസ്കിൻ്റെ ഒരു ഭാഗമായി ഒരു സൈഡ്. ഇതേപോലെ ഇതും നമുക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്തെടുക്കാം. ഈ ഭാഗം ഭാഗം ജോയിൻ്റ് ആയി. ഇങ്ങനെയാണ് ഉണ്ടാവുക. 2 ഭാഗത്തെ പീസ് നമുക്ക് ഓക്കെ. ഇനി ഈ നല്ല ഭാഗം, അതായത് നല്ല ഭാഗം, ഇതിൻ്റെ നല്ല ഭാഗം ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ജോയിൻ്റ് ആക്കാം. ഈ ഒരു സ്റ്റിച്ച് എവിടെയാണോ ജോയിൻ്റ് ആയത് അവിടെ തന്നെ കറക്റ്റായിട്ട് വെച്ചിട്ട് നമുക്ക് ജോയിൻ ചെയ്യിച്ചെടുക്കാം. അടിയൊക്കെ ഉള്ളിലാണ് വരിക. ഇത് നിന്നിട്ട് അടിച്ച് കഴിഞ്ഞിട്ട് നമ്മളിവിടെ മറക്കുക. അപ്പോൾ ആദ്യം നമുക്ക് സ്റ്റിച്ചിങ് ഈ സെൻറ്ററിൽ നിന്ന് ഇവിടെ തുടങ്ങും. ഇത് പലരും പല ഐഡിയ പ്രകാരം ചെയ്യാം. വളരെ എളുപ്പത്തിന് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം എളുപ്പമായിരുന്നു എന്നുള്ളത്. ആദ്യം ശ്രദ്ധിക്കുക, ഞാനിവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇവിടെ തുടങ്ങിയൊന്ന് റിവേഴ്സ് ഇട്ട് വലിച്ച് ഈ സെൻറ്ററിൽ കറക്റ്റ് ജോയിൻ്റ് ആക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ ഈ ഭാഗത്തേക്ക് കിടക്കുകയാണ്.
ഇപ്പോൾ ഈ എൻഡ് എത്തി. ഈ എൻഡിലാണ് നമുക്ക് കയറ് കൊടുക്കേണ്ടത്. ഇതും കൂടി തിരിച്ചിട്ട് ഇവിടെ പൊക്കി വെച്ചിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച കയറുണ്ടല്ലോ, കയറ് ഇവിടെ ഇങ്ങനെ പൊക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് ഇവിടെ ഇങ്ങനെ വയ്ക്കുക. ഈ മൂലയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെയാണ് സ്റ്റിച്ചിങ് വരേണ്ടത്. കയറ് പ്രസ് ചെയ്തിട്ട് അടിക്കാം. കയറിൻ്റെ അടുത്ത് വേണമെങ്കിൽ ഒന്ന് റിവേഴ്സ് അടിക്കാം കേട്ടോ. അടുത്ത കയറ് വരേണ്ട സ്ഥലമായി കേട്ടോ. കയറ് വരേണ്ടടുത്ത് ശ്രദ്ധിക്കണം, കാരണം ഇനി മറ്റേ കയറല്ല കൊടുക്കേണ്ടത് കേട്ടോ. നമ്മൾ നേരത്തെ കൊടുത്തു വെച്ച കയറുണ്ടല്ലോ, അതിൻ്റെ മറ്റേ തല നമ്മൾ എന്ത് ചെയ്യണം, നേരത്തെ ഇവിടെ വെച്ചിട്ടുള്ള കയറിൻ്റെ മറ്റേ തലയാണ് ഇവിടെ വെച്ചത്. ഓക്കെ, ജോയിൻ്റ് ആക്കി. എന്നിട്ട് ഇവിടുത്തെ നമ്മളെ സ്റ്റിച്ചിനെ ലെവലാക്കിയിട്ട് നമ്മൾ അടിഭാഗം ജോയിൻ്റ് ആക്കുകയാണ്. അടിയത്തെ കയറിൻ്റെ മുകളിൽ സ്റ്റിച്ചിൻ്റെ മുകളിൽ കുടുങ്ങാതെ നോക്കണം. രണ്ടാമത്തെ കയറ് കൊടുക്കൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കാരണം ഓൾമോസ്റ്റ് ഉള്ളിലേക്ക് നമ്മൾ അടിച്ചു വെച്ചതാണ്. അപ്പോൾ ഫിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധിച്ച് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ റിസ്ക് ഉള്ള കാര്യമൊന്നുമല്ല, എന്നാലും ഒന്ന് ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഇവിടെ ഉള്ളിലേക്ക് കയറ് വെച്ചു. ഇനി അടുത്ത കയറിൻ്റെ മറ്റേ ഭാഗം നമുക്ക് ഇവിടെ വെക്കണം. ഇവിടെ ആദ്യം എടുത്ത് വെച്ച് ഏകദേശം കറക്റ്റാക്കിയിട്ട് നമുക്ക് ആദ്യം വയ്ക്കാം. ജോയിൻ്റ് ആക്കി. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇത് ഫുള്ളായിട്ട് അറിയാണ്ടങ്ങ് ജോയിൻ ചെയ്യിപ്പിച്ച് പോകരുത്, കാരണം ഇത് മാസ്ക് മറയ്ക്കാനുള്ളതാണ്, മറിച്ചിടാനുള്ളതാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ തുടങ്ങിയത് ഇവിടുന്നാണല്ലോ, ഏകദേശം ഇവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ആക്കുകയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. സ്റ്റോപ്പാക്കിയിട്ട് നമ്മൾ സ്റ്റിച്ചിങ് ഒഴിവാക്കുകയാണ്. ഇപ്പം എങ്ങനെയാണ് മാസ്ക് ഉള്ളത്. ഇതിവിടെ കുറച്ച് ഭാഗം പുറത്തേക്ക് ആയിട്ടുണ്ട്, അത് കുഴപ്പമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കടും നീല കളറുള്ളത് നമ്മൾ കുറച്ച് ചുളിഞ്ഞിങ്ങനെ നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ കറക്റ്റ് ലെവൽ വന്നപ്പോൾ കുറച്ച് പുറത്തേക്കായതാണ്. കറക്റ്റ് ഫിറ്റ് പീസായിരുന്നു ഈ പീസ്. അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ആയിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്കിത് മറച്ചിടണം. ഇവിടെ നമ്മളൊരു ഗ്യാപ്പ് ഇട്ടാണ്. ഇത് പലരും മാസ്ക് അടിക്കുന്നത് ഇങ്ങനെയല്ല, കാരണം ഈ ഒരു ഭാഗം ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇവിടുന്ന് അടിച്ച് വന്നിട്ട് ഈ ഭാഗം കയറ് പുറത്തുനിന്ന് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. ഞാനത് എളുപ്പം ഇതാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇത് നമുക്ക് മറച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. സ്റ്റിച്ച് പൊട്ടിപ്പോകാതെ പതുക്കെ ക്ഷമയോടുകൂടി മറച്ചെടുക്കുക. കയറ് ഫിറ്റ് ചെയ്തത് കറക്റ്റാണ്, രണ്ട് മൂലയ്ക്ക് തന്നെ വന്നിട്ടുണ്ട്. ഇവിടെയും രണ്ട് മൂലയ്ക്ക് വന്നിട്ടുണ്ട്, കറക്റ്റാണ്. കയറ് പതുക്കെ വലിച്ചാൽ മതി, ആ മൂല ഷാർപ്പായിട്ട് ഇങ്ങനെ വരും. പിന്നെ നമ്മൾ കൊണ്ട് ഇങ്ങനെ ലെവലാക്കി കൊടുക്കുക. ഇനി സ്റ്റിച്ചിങ്ങൊക്കെ കഴിഞ്ഞിട്ട് അയൺ ചെയ്തിട്ട് അലക്കിയിട്ട് അയൺ ചെയ്ത് റെഡിയാക്കാവുന്നതാണ്. അല്ലേ, മാസ്ക് ഒരു ഭാഗത്തൊരു കളറും മറ്റൊരു ഭാഗത്ത് മറ്റേ കളറും. അപ്പോൾ നമുക്ക് നമ്മളെ ഡ്രസ്സിൻ്റെ കളറൊക്കെ മാച്ചാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇടാം. നമ്മൾ ഈ ഒരു ഷേപ്പ് ലെവലിലുള്ള ഡ്രസ്സ് ഇടുന്നെങ്കിൽ
ആ കളർ വയ്ക്കാം. അതിന് വേണ്ടിയിട്ടാണ് 2 കളർ വെച്ചത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ വന്ന് ജോയിൻറ്റ് കണ്ടല്ലേ, ഇത് നമ്മൾ എന്ത് ചെയ്യാണ്, കറക്റ്റ് ലെവലിൽ പിടിച്ചിട്ട് പുറത്ത് കൂടി അടിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു നമ്മൾ മറച്ചെടുത്ത് ഈ ഭാഗം ഉണ്ടല്ലോ, ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാണ്. കറക്റ്റ് ലെവലാക്കി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, പുറത്ത് കൂടി അടിക്കുകയാണ്. അത് പുറത്ത് കൂടി അടിക്കുക നിവൃത്തിയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ്കിൻ്റെ രൂപം അങ്ങനെയാണല്ലോ വരുന്നത്. സ്റ്റിച്ച് എല്ലാ ഭാഗത്തുനിന്നും നമുക്ക് ഉള്ളിൽ കൂടി അടിക്കാൻ കഴിയില്ലല്ലോ. നമ്മൾ നേരത്തെ ക്ലോസ് ചെയ്ത് അത്രയും ഭാഗം ഇവിടുന്ന് പുറത്ത് കൂടി അടിക്കണം. അപ്പോൾ നമ്മൾ ഈ ഭാഗം ജോയിൻ്റ് ആക്കുകയാണ്. മുകളിൽ കൂടിയാണ് നമ്മൾ അടിക്കുന്നത്. അപ്പം മാസ്ക് സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അല്ലേ, സംഭവം ലുക്കായിട്ടില്ലേ, ഉഷാറായിട്ട്. ഈ 2 കളറിൽ വെച്ചതെന്ന് വെച്ചാൽ 2 നമുക്ക് ഇങ്ങനെ മറച്ചും തിരിച്ചും ഇടാം. നല്ല വൃത്തിയുണ്ട്, പാകമാണ്, ഇതൊക്കെ പാകമാണ്, കറക്റ്റാണ്. അപ്പോൾ നമ്മൾ അടിക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് പാകമായിട്ടുള്ള ഒരു പീസ് എടുത്തിട്ട്, ഒരു മാസ്ക് എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ അടിക്കാൻ. അങ്ങനെ അടിക്കുമ്പോഴാണ് കറക്റ്റ് ലെവലിൽ കിട്ടുക. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ തന്നെ നിങ്ങൾ അടിക്കണം എന്നില്ല. നിങ്ങൾ ഓൾറെഡി നിങ്ങളെടുത്തുള്ള മാസ്ക് എന്ത് ചെയ്യുക, അത് പല രീതിയിലുള്ള പല കോലത്തിലുള്ളതായിരിക്കും. അപ്പോൾ അത് എടുത്ത് അതിൻ്റെ അളവ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്യാം. ഏതായാലും ലോക്ക്ഡൗണൊക്കെയാണ്, ശനി ഞായറൊക്കെ ഒഴിവാണ്. ഇങ്ങനത്തെ മാസ്കുകളൊക്കെ സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്യാം. അത് നമ്മുടെ അടുത്ത് പൈസ ഇല്ലാത്തതുകൊണ്ടല്ല, ഇത് എനിക്ക് വാങ്ങിക്കാൻ ആകെ 30 രൂപ ചിലവ് വരുന്നുള്ളൂ. പക്ഷെ നമ്മളെന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഴിവ് സമയങ്ങൾ എന്ത് ചെയ്യാം, അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമ്മൾ ഉപയോഗപ്പെടുത്തും. മാസ്ക് 3-4 എണ്ണം ഞാൻ അടിച്ചിട്ടുണ്ട്. പിന്നെ ഇത് പല കളറിലാണ്, ഓരോ കളറാണ്. ഇത് അലക്കിയിട്ട് മാത്രം ഉപയോഗിക്കുക. കടയിൽ നിന്ന് കൊണ്ടുവരുന്ന ആ പീസ് അതേപടി ഉപയോഗിക്കരുത്, അലക്കിയിട്ട് ഉപയോഗിക്കുക. ഇതാണ് ഓരോരോ മാസ്ക്. വൈറ്റ് കളറിൽ ഉള്ള മാസ്കാണിത്. ഒക്കെ അളവ് പാകമാണ്, ഇത് കണക്കാക്കിയിട്ട് ഞാൻ അടിച്ചതാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ വീട്ടിൽ മെഷീനൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്തിട്ട് മാസ്കുകളൊക്കെ അടിക്കുക, വീട്ടിലുള്ളവർക്കൊക്കെ കൊടുക്കുക, തുടങ്ങിയ പ്രവൃത്തികളൊക്കെ ചെയ്യാം ലോക്ക്ഡൗൺ സമയത്ത്. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഒരുപാട് ലെങ്തിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഭാഗവും കാണിച്ചു തരാൻ വേണ്ടിയിട്ടും അതേപോലെ വ്യക്തമായി മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തന്നതുകൊണ്ടാണ് വീഡിയോ കുറച്ച് ലെങ്ത് ആയത്.